ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കോമണർ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ട് ഏറ്റവും അധികം സപ്പോർട്ടും ഏറ്റവും അധികം ജനങ്ങളുടെ സ്നേഹവും പിടിച്ചു വാങ്ങാൻ പറ്റിയൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനീഷ് എന്ന് പറയുന്നത്. അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ വന്ന ആദ്യ ചില ആഴ്ചകൾ അല്ലെങ്കിൽ ആദ്യ കുറച്ച് നാളുകളൊക്കെ ഒട്ടും ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്വഭാവക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണലായിട്ട് ആരോടും ഒരു വിരോധവും ഇല്ലാത്ത ആ ഒരു ഗെയിം കണ്ട ഒരുപാട് ജനങ്ങൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ വന്ന കോമണർ കണ്ടസ്റ്റൻസിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനീഷ്. നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും നമ്മുടെ അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളുടെ ആ ഒരു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ ആ ഒരു ആവാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അനീഷിൻ്റെ ഒരു പ്രത്യേക ശൈലി, അനീഷ് ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്ന സമയത്ത് അനീഷിൻ്റെ ആ ഒരു ഗ്യാപ്പിട്ടുള്ള സംസാരം, അതൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് താല്പര്യപ്പെട്ടാണ് ഇവരെല്ലാവരും അനീഷിൻ്റെ ഓരോരോ കാര്യങ്ങളും കാണുന്നത്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും അനീഷ് ആരോടും ഒരു കണ്ടസ്റ്റൻറ്റിനോടും പേഴ്സണലി യാതൊരു വിദ്വേഷവും വെക്കാതെ ബിഗ് ബോസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ട്രിഗർ ചെയ്യുക, പ്രൊവോക്ക് ചെയ്യുക, അവരുടെ ആ ഒരു മാനസിക നില തെറ്റിക്കുക, അത്തരത്തിലുള്ള ഗെയിമൊക്കെ ഭയങ്കരമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വർക്കൗട്ട് ആക്കി എടുക്കാനായിട്ട് അനീഷിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അധികം വിജയസാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനീഷ്. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ നിങ്ങൾ? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അനീഷ് എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസണിൽ ഏറ്റവും വിജയസാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഇനി ഒരു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ ആ ഒരു ടോപ്പ് 5 വരെയും എത്തി ആ ഒരു ഫിനാലെ വേദിയിൽ ലാലേട്ടനൊപ്പം അനീഷിനെയും നമുക്ക് ഈ ഒരു കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏകദേശം 55 ഡേയ്സ് ബിഗ് ബോസ് ഹൗസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം പകുതിക്ക് മുകളിൽ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫിനാലെ വേദിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അനീഷിനെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്